ഹലോ ഹലോ. ഗുഡ് ഈവനിങ് ഓൾ. ഷാക്കിറ ഉണ്ടോ? ഷാക്കിറ ഒന്ന് പെട്ടെന്ന് കോൾ ചെയ്തിട്ട് എല്ലാവരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. ഒരു Okay, sir. ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഗുഡ് ഈവനിങ് ബാസില. വേസ്റ്റ് തുണി എടുത്തുകൊണ്ടേ കഴുകാമുണ്ട്. ഒരു 9:05, 6 ആകുമ്പോൾ മിസ് സ്റ്റാർട്ട് ചെയ്തോ. റെക്കോർഡ് ഉണ്ടല്ലോ. ഇവരുടെയൊക്കെ ഇരുത്തം കണ്ടാൽ അത് ശോകമുഖമായ അവസ്ഥയിലുള്ളത്. ഇവരൊക്കെ ഇരിക്കുന്നു. എന്ത് പറ്റി? നിങ്ങൾക്കൊക്കെ ടെൻഷൻ ഉണ്ടോ ഓൺലൈൻ ട്രെയിനിങ് ആലോചിച്ചിട്ട്? എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുക. അപ്പോഴേ നിങ്ങൾ മിസ് പറയുന്നത് കറക്റ്റ് ശ്രദ്ധിക്കൂ. ഇല്ലെങ്കിൽ നിങ്ങൾ മെൻറ്റേഴ്സിൻ്റെ PM എന്തായാലും വരും. ഇതിലെല്ലാം ഒരാൾക്ക് PM പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇരിക്കുക കേട്ടോ. എല്ലാവരും സെറ്റ് ആയിട്ട് ഇരിക്കുക. മിസ് പറയുന്നത് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനോട് ഇപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യുക കേട്ടോ. മെൻറ്റേഴ്സിൻ്റെ അടുത്തേക്ക് വരണ്ടെന്നല്ല, എന്നാലും മിസ്സിനോട് ഇപ്പം തന്നെ ചോദിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്താലും നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ മീറ്റിംഗ് വെച്ചതിന്റെ കാരണം എന്താന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഓൺലൈൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുവാണ് മൺഡേ. ഓക്കെ, എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദെൻ അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലിസ്റ്റിൽ പേര് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ആഡ് ചെയ്തിട്ടുണ്ടോ എല്ലാവരും ലിസ്റ്റിൽ പേര്? ഓക്കെ ഓക്കെ. അങ്ങനെ വെച്ച് നോക്കുമ്പോ അപ്പൊ നിലവിൽ എത്ര മെന്റേഴ്സ് ആണ് ഉള്ളത് നോക്കട്ടെ, ടീച്ചേഴ്സ് ആണ് ഉള്ളത് നോക്കട്ടെ. എവിടെ? ലാസ്റ്റ് ലിസ്റ്റില് 20 പേരാണ് നിങ്ങളുടെ ഉള്ളത് അല്ലെ? ശരി. അപ്പോ 20 പേർക്ക് ഒരു ടീച്ചർക്ക് ഒരു കുട്ടി എന്ന രീതിയിലായിരിക്കും ഞാൻ കുട്ടികളെ തരാം. ഓക്കെ, ഒരു കുട്ടി ഒരു ടീച്ചറിന്. അപ്പോ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കുറച്ച് മൊഡ്യൂൾസ് അയച്ചിട്ടുണ്ട്. 15 ദിവസത്തേക്കുള്ള 15 മൊഡ്യൂൾസ് അയച്ചിട്ടുണ്ട്. റൈറ്റ്? കണ്ടില്ലായിരുന്നു എല്ലാവരും? അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നു മുതൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ട്രെയിനിങ് കഴിയുന്നത് വരെ ആ ഗ്രൂപ്പ് നിങ്ങളൊന്ന് പിൻ ചെയ്ത് വെക്കണം. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അപ്പപ്പോ നിങ്ങളത് കണ്ടിരിക്കണം. ഞാൻ അറിഞ്ഞില്ല, മിസ്സിന്റെ വോയിസ് ഒക്കെ ഇട്ടില്ല എന്നൊന്നും പറയരുത്. അതിന് തുരുതുരാ മെസ്സേജസ് മറ്റും വരുന്നതാണ്. എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് ഇപ്പൊ 20 നമ്പേഴ്സ് ആണ് അതിൽ തന്നിരിക്കുന്നത് അല്ലെ? 1, 2 നിങ്ങൾ എല്ലാവരുടെയും നമ്പർ വെച്ച് നോക്കുമ്പോൾ അതിന് ഫ്രണ്ടിൽ ഒരു നമ്പർ ഇല്ലേ? 1, 2, 3, 4 അങ്ങനെ. അതുപോലാണ് ഞാൻ കുട്ടികളുടെ നമ്പേഴ്സ് തരാം. ഇപ്പൊ ഒരു 20 കുട്ടികളെ നിങ്ങൾക്ക് തരും. ഈ 20 കുട്ടികളുടെ നമ്പറിന് മാച്ച് ആവുന്നവരാണ് 20 കുട്ടികൾ എടുക്കേണ്ടത്. ലൈക്ക് ഇപ്പൊ ഒന്നാമത്തെ നമ്പർ അഫ്നിത, രണ്ടാമത്തെ നമ്പർ റൈഹാന ആണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കുട്ടിനെ ആരാ എടുക്കേണ്ടത്? അഫ്നിത എടുക്കണം. രണ്ടാമത്തെ കുട്ടിനെ റൈഹാന എടുക്കണം. ഇനി ഇടക്ക് കയറി എന്താക്കരുത്, അലമ്പാക്കരുത്. ചിലർ എന്ത് ചെയ്യും, രണ്ടാമത്തെ കിട്ടിയ കുട്ടിനെ എടുക്കാൻ നേരത്തിട്ട് ആരുടെയെങ്കിലും കുട്ടികളെ പോയിട്ട് എടുക്കരുത്. നിങ്ങളുടെ നമ്പറിന് മാച്ച് ആയിട്ടുള്ള നമ്പറുള്ള കുട്ടിയെ മാത്രം എടുക്കാം. നമുക്ക് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, മറ്റുള്ളവരുടെ കുട്ടികളെ എടുക്കരുത്. ഒന്നുകൂടി പറയുന്നു, നിങ്ങളുടെ നമ്പറിന് മാച്ച് ആയിട്ടുള്ള നമ്പർ നോക്കിയിട്ട് കുട്ടിയെ എടുക്കുക. ഈ കുട്ടിയുടെ ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ, പാരന്റിന്റെ പേര്, കുട്ടിയുടെ ക്ലാസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ എപ്പോഴാണോ കുട്ടിയുടെ ഡീറ്റെയിൽസ് തരുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് പാരന്റിനെ കോണ്ടാക്ട് ചെയ്യാം. നിങ്ങൾ ഒരു ഫ്രീ ട്യൂഷന്റെ കാര്യം മീൻസ് സ്റ്റാറ്റസ് കണ്ട് ജോയിൻ ചെയ്തതല്ലേ, ഞാനാണ് ആ ടീച്ചർ എന്ന് പറയുക. പിന്നെ നിങ്ങൾ അവിടെ ടൈം ഡിസ്കസ് ചെയ്തിട്ട് 2 പേർക്കും ഓക്കെ ആവുന്ന ഒരു ടൈം ചൂസ് ചെയ്യും. ഓക്കെ ഓക്കെ. ഇനി ഇപ്പൊ ചില പാരന്റ്സ് പറയും ഇപ്പൊ വേണ്ട, എക്സാം അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഒഴിവ് പറയുവാന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ ഇൻഫോം ചെയ്യണം. ഇന്ന് പറ്റൂല എന്ന് പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടല്ല എന്നോട് പറയണത്. 3 ഡേയ്സ് അവിടെ വേസ്റ്റ് ആവാണ്.
ഓക്കെ. അപ്പൊ എല്ലാം ഫാസ്റ്റ് ചടേ പടേന്നായിട്ട് തന്നെ തീർക്കുക. മാക്സിമം ലീവ് ഒന്നും എടുക്കാണ്ട് നോക്കുക. ഇനി അർജന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ ലീവ് എടുക്കാം. അത് പാരന്റിന്റെ അടുത്ത് മുൻകൂട്ടി അറിയിക്കണം, തലേന്ന് തന്നെ അറിയിക്കണം. അപ്പൊ പോയിട്ട് ഇന്ന് ക്ലാസ് ഇല്ല എന്ന് ഒരു കാരണവശാലും പറയരുത്. ഇതൊക്കെ നിങ്ങളുടെ എന്താ പറയാ ആ ഒരു ഇതിനെ നോക്കൂ, സിസ്റ്റമാറ്റിക് ആണോ ഉള്ള അതിനൊക്കെ ഉള്ള മാർക്കിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോ ഒന്നും ഓർക്കേണ്ടത്, നിങ്ങളുടെ ഈ പാരന്റ്സിന്റെ അടുത്ത് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുക. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു റെസ്പോൺസ് ഉണ്ടെങ്കിലായിരിക്കും നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവുക, അല്ലെ? അപ്പൊ അതുപോലെ വേണം നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി മൊഡ്യൂളിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 15 മൊഡ്യൂൾ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കണം. അതായത് പാരന്റിന്റെ അടുത്ത് ഈ മൊഡ്യൂൾസ് അയച്ചു കൊടുത്തിട്ട് പറയാം, ഈ മൊഡ്യൂളിന്റെ ബേസിലാണ് നമ്മൾ ക്ലാസ് എടുക്കുക. നിങ്ങളുടെ കുട്ടിക്ക് ഇത് ഓൾറെഡി അറിയുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിപ്പിക്കണോ, കുട്ടിക്ക് ഇതിന് പകരം വേറെ എന്തെങ്കിലും ആണോ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുക. ചില കുട്ടികൾക്ക് ഓൾറെഡി അറിയുന്നതാണെന്നുണ്ടെങ്കിൽ അവർ പറയും ലെറ്റേഴ്സ്, അത് നിങ്ങൾ പറയണം കേട്ടോ. വലിയ രീതിയിലുള്ളതല്ല, ജസ്റ്റ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പഠിപ്പിച്ച് തരണോ എന്ന് ചോദിക്കുക. ഓക്കെ. ഇംഗ്ലീഷോ മലയാളോ ഹിന്ദിയോ പറ്റുന്നവർ ഹിന്ദിയോ നിങ്ങളെ കൊണ്ടാവുന്നത് മാത്രം എടുക്കുക. വലിയ ഇതിലേക്ക് പോകണമെന്നില്ല. അതിന് ടെക്സ്റ്റ് ബുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. ജസ്റ്റ് നിങ്ങൾ ഫോട്ടോ അയച്ചു തരാൻ വേണ്ടി പറയാം. നിങ്ങളെ കൊണ്ടാവുന്നതാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. പറ്റാത്തതാണെങ്കിൽ മിസ്സിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ. പറ്റാത്തൊന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങളൊക്കെ അത്രയും പ്രാക്ടീസ്ഡ് ആണ്. സോ ഇതാണ് മെയിൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ സൂമിലാണ് ക്ലാസ് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോം വന്നിട്ട് സൂം ആയിരിക്കും. അപ്പോ ആദ്യം നാളെ 12 മണിക്കുള്ളില്, നാളെ രാത്രി 12 മണിക്കുള്ളില് ഈ കാണുന്ന എല്ലാവരും, നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരു സൂം ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടേണ്ടതാണ്. ഓക്കെ. അതാ നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് കേട്ടോ. എന്ത് ചെയ്യണം? ഗ്രൂപ്പിലേക്ക് ഇടുക. സൂം ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക, ഗ്രൂപ്പിലേക്ക് ഇടുക. ഓക്കെ. അതിന് നിങ്ങൾക്ക് മറ്റു ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് നേടാം. ഇനി ഒട്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ആര് ഹെൽപ്പ് ചെയ്തിട്ടും പറ്റുന്നില്ലെങ്കിൽ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. വെറുതെ അവർ ഇടങ്ങാറാക്കരുത്. പറ്റുവാണെങ്കിൽ നിങ്ങൾ തന്നെ അത് ചെയ്യണം. യൂട്യൂബോ എന്തെങ്കിലും നോക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ. ഇനി പാരന്റ് പറയുവാണ് എനിക്ക് സൂം ഓക്കെ ആവുന്നില്ല, സൂം കണക്ട് ആവുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടത് ഒരു ലിങ്ക് കട്ടാവുന്നത് വരെയാണ്. 40-45 മിനിറ്റ് വരെ ഉണ്ടാകും. ഓക്കെ. ഇനി ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 ഹവർ വരെയൊക്കെ എടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ. കുറയരുത്, കൂടിയാലും കുറയരുത്. ഓക്കെ. അപ്പോ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും ടീച്ചിങ് എയ്ഡ്സ് വേണം. ഞാൻ കേറും, നിങ്ങളുടെ എല്ലാവരുടെ ക്ലാസ്സിലും ഞാൻ കേറുന്നതായിരിക്കും. പിന്നെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡെയിലി ലിങ്ക്, 15 ദിവസത്തെ ലിങ്ക് ഗ്രൂപ്പിൽ തന്നെ ഇടേണ്ടതാണ്. ഗ്രൂപ്പിൽ തന്നെ ഇടേണ്ടതാണ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ എനിക്ക് PM കൂടെ ലിങ്ക് ഇട്ട് തരണം. എത്ര വരെ എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് വരെ PM എന്ത് ചെയ്യണം? എനിക്ക് ലിങ്ക് ഇടണം. ജസ്റ്റ് ഒറ്റ റിങ്. കുറേ വിളിച്ചിടങ്ങാറാക്കരുത് ഗൈസ്. ഇത്രയും ആൾക്കാർ എന്നെ ഒരുപാട് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ, എന്റെ ഫോണിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. സോ എന്ത് ചെയ്യാം? ഒറ്റ റിങ്. ഓക്കെ. ഞാൻ ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ട് കയറും. അല്ലാന്നുണ്ടെങ്കിൽ മറ്റടുത്ത ദിവസമായിരിക്കും. ഇത് 15 ദിവസവും നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ കയറുന്നത് അത്രയും ഡേയ്സ് നിങ്ങൾ അത് എനിക്ക് PM ചെയ്യണം. ഓക്കെ. ഇതിന്റെ ക്ലാസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വേണ്ടേ? വേണ്ടേ? യെസ്. അപ്പൊ എനിക്കിത് നിങ്ങളെ കണ്ടേ പറ്റുള്ളൂ ക്ലാസ്. അപ്പൊ എന്നെ കണ്ടിട്ട് നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. കൂളായിട്ട് ക്ലാസ് എടുക്കണം. ഇനി അടുത്തത് എന്താണ് മെയിൻ ആയിട്ട്? ഓക്കെ. കുറേ ലാഗ് ആക്കരുത്. ഒരു 3 ഡേയ്സ് മാക്സിമം നിങ്ങൾക്ക് കുട്ടികൾക്ക് ലീവ് കൊടുക്കാം. 3 ദിവസത്തിൽ കൂടുതൽ എനിക്ക് ലീവ് വേണം എന്ന് പറയുന്ന കുട്ടിയെ അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്യുക. അവരുടെ അടുത്ത് പറയാം എനിക്ക് ട്രെയിനിങ് 15 ദിവസത്തിനുള്ളിൽ തീർക്കേണ്ടതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? കുട്ടിയെ ക്യാൻസൽ ചെയ്യുന്നു, പുതിയ കുട്ടിയെ എടുക്കാൻ പോകുന്നു എന്ന് പറയണം. അതിൽ ഒരു ദയവും കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് നമ്മുടെ കാര്യമാണ്, അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാ. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. ചില പാരന്റ്സ് ഭയങ്കര മടിയന്മാരായിരിക്കും. ഫ്രീ ആയിട്ട് കിട്ടുന്നതും കൂടി ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഉരുട്ടി കളിക്കും. ഓക്കെ. അങ്ങനെ അതിനൊന്നും നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല പാവങ്ങളായിട്ട് തന്നെ നിൽക്കണം കേട്ടോ. അവരുടെ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങണ്ടേന്ന് ആലോചിക്കണം. ദെൻ പിന്നെന്താണ്?
പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഇരുത്തുക എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക് ഓൺലൈനിൽ. ബാക്കിയൊക്കെ കൂളാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കരുതണം. കുട്ടികളെ ഒന്നുകൂടി അടിപൊളിയായിട്ട് അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന കുറെ പാട്ടുകൾ, ആക്ഷൻ സോങ്സ് ആയിക്കോട്ടെ, അതുപോലെ എന്തെങ്കിലും സ്റ്റാർ, അങ്ങനെയൊക്കെ സ്റ്റാർ സ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വടിയിൽ ചെറിയ സ്റ്റാർ ഒക്കെ തൂക്കിയിട്ട് സ്മൈലി ഒക്കെ തൂക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം ചാർട്ട് പേപ്പറിൽ. അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ, സ്കില്ല് പോലെ, ക്രിയേറ്റിവിറ്റി പോലെ ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെന്താണ്, കുട്ടികൾക്ക് എഴുതാൻ വേണമെങ്കിൽ എഴുതാൻ കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഓട്ടോണമി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നിങ്ങളുടെ കയ്യിലാണ് ക്ലാസ്. എൻ്റെ അടുത്ത് വന്നിട്ട് മിസ് ഇത് ഇങ്ങനെ കൊടുക്കണോ, മിസ് ഇത് അങ്ങനെ കൊടുക്കണോ, ഒന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓരോ ടീച്ചേഴ്സിനും ഓരോ സ്ട്രാറ്റജീസ് ആയിരിക്കും. അതിനും അനുസരിച്ച് മുന്നോട്ട് പോവുക. മാം, ഇത് ഓപ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷണൽ എങ്ങനെ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അത് ഒഴിവാക്കാം. വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇനി അതിലുള്ള പോലെ തന്നെ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ ഇതില് നിങ്ങളുടെ ഇഷ്ടത്തിന് അതിൽ ആഡ് ഓൺ ചെയ്യാം. അതായത് ഒഴിവാക്കരുത്. ഇപ്പൊ ഓപ്ഷണൽ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അതേസമയം അതിലൊരു കണ്ടന്റ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇന്നത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിച്ചിരിക്കണം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ ആയിക്കോ. 15 ദിവസത്തില് ഒരു ദിവസം എക്സ്ട്രാ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻട്രോ, കുട്ടിയെ ഒന്ന് പരിചയപ്പെടാനും അവരായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു റാപ്പോ ബിൽഡ് ചെയ്യണമല്ലോ. അത് ട്രെയിനിങ്ങിന്റെ ആഡ് ചെയ്യണ്ട. അപ്പൊ അത് 15+1 വേണ്ടവരെടുത്താൽ മതി, നിർബന്ധമില്ല. വേണ്ടവർ ചെയ്താൽ മതി, നിർബന്ധമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ അങ്ങനെ തന്നെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങാം. തന്നിരിക്കുന്ന മൊഡ്യൂൾ പോലെ തുടങ്ങാം. മിസ്, ഓക്കെ, മൊഡ്യൂൾ നിങ്ങള് പേരൻസിനോട് ചോദിച്ചു വെക്കണോ? യെസ്, പാരന്റ്സിന്റെ അടുത്ത് ഒന്ന് ജസ്റ്റ് ചോദിക്കുക. അതായത് മൊഡ്യൂൾസ് അയച്ചു കൊടുക്കണ്ട, നിങ്ങൾ ചെയ്താൽ മതി. അതിന്റെ ഒക്കെ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ. ഇപ്പൊ ആനിമൽസ് അല്ലെങ്കിൽ കളേഴ്സ്, ഷേപ്സ്, ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. 15 ദിവസം ഓരോ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അതും ഒന്ന് പറഞ്ഞു കൊടുക്കുക. 15 കണ്ടന്റ്സ് ഇതൊക്കെയാണ്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് അവർ ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. ക്ലിയർ? Yes. ഓക്കെ, പിന്നെ ഞാനൊന്ന് മിസ് പറഞ്ഞല്ലോ ഗ്രൂപ്പില് ലിസ്റ്റ് വൈസ്, അത് ഗ്രൂപ്പ് എന്ന ലിസ്റ്റ് വൈസ് അല്ലേ? എങ്ങനെ കേട്ടില്ല? ഇപ്പൊ ഫസ്റ്റ് നമ്പർക്ക് ഫസ്റ്റ് ഉള്ള സ്റ്റുഡന്റ് ഫസ്റ്റ്. യെസ് യെസ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതിൽ താളം തെറ്റി എല്ലാം തെറ്റും. അതിൽ ആരും മണ്ടത്തരം ചെയ്യരുത്. ആരാണ് മണ്ടത്തരം ചെയ്തതെന്ന് എന്റെ കയ്യിൽ വരും. അതായത് ശരിക്കും സൂക്ഷിക്കുക. 1 മുതൽ 20 വരെ നമ്പറിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളൊക്കെ ഇപ്പൊ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നിങ്ങളുടെ നമ്പർ എത്രയാണെന്ന് കമന്റ് ചെയ്തേ. പോയിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് ഇവിടെ കമന്റ് ചെയ്ത് ഇവിടെ കമന്റ് ചെയ്യുക കേട്ടോ. റൈഹാനക്ക് ഓക്കെ, ഇവിടെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നിങ്ങളുടെ നമ്പർ എത്രയാന്നുള്ളത്. പെട്ടെന്ന് നോക്കിയിട്ട് ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടെ. 19, 12. യെസ്, അതാണ് നിങ്ങളുടെ നമ്പർ കേട്ടോ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ നമ്പർ വന്നിട്ട്. അപ്പൊ ഇതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ കുട്ടികളെ എടുക്കേണ്ടത്. ഇതേ നമ്പറിലുള്ള കുട്ടി ഏതാണോ ആ കുട്ടിയാണ് നിങ്ങൾക്ക് വരിക. ഓക്കെ, ഇനി ഒരു കുട്ടിയെ കിട്ടി ആ കുട്ടി എന്തൊക്കെയോ കളിക്കണം, മീൻസ് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു മടിയൊക്കെ ചടപ്പി ഇരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ വന്ന് പാരന്റ് പറയും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല ഓൺലൈൻ എന്ന് പറയുമ്പോൾ അത്ര ഭയങ്കര എടുക്കാൻ ഈസി ആണെങ്കിലും ഇരുത്താൻ ഇച്ചിരി പാടാ. അപ്പൊ ഈ പാരന്റ് പറയുവാണ് കുട്ടി ഇരിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പേടിക്കും, അയ്യോ മിസ് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്റെ ക്ലാസ്സിൽ കുട്ടി ഇരിക്കുന്നില്ല എന്ന് പറയുമ്പോ എന്നൊക്കെ കരുതുവാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. എനിക്കറിയാം, ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് വന്ന ആളാണ്. സോ കറക്റ്റ് ഞാൻ പാരന്റിന്റെ അടുത്ത് ഡീറ്റെയിൽസ് എടുക്കും. എന്താണ് ഇഷ്യൂ, അവിടെയും ഇവിടെയുള്ള റീസൺ സെയിം ആണെന്നുണ്ടെങ്കിൽ ഡോൺ വറി. അതേസമയത്ത് നിങ്ങൾ ഇങ്ങനെ പറയുന്നു പാരന്റ് അടുത്ത് ചോദിക്കുമ്പോൾ പാരന്റ് നമ്മുടെ അടുത്ത് എന്തായാലും കറക്റ്റ് ആയിട്ടേ പറയത്തുള്ളൂ. അപ്പൊ ഈ മിസ് എടുക്കുന്നത് ശരിയില്ല എന്ന് മറ്റു പറഞ്ഞിട്ട് അത് പ്രശ്നമാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ കയറി. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ, ആരും ടെൻഷനൊന്നും ആവണ്ട. ഇതുവരെ ഒരു ടീച്ചറെ കൊണ്ട് നെഗറ്റീവ് നമുക്ക് വന്നിട്ടില്ല. അത്രയും പോസിറ്റീവ് ഫീഡ്ബാക്സ് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആർക്കും ടെൻഷൻ വേണ്ട. ഇനി അങ്ങോട്ടും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അല്ല മാം, ഗ്രൂപ്പില് ലിങ്ക് ഇടണം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഗ്രൂപ്പില് ലിങ്ക് ഇടണം എന്ന് പറയുമ്പം പ്രൈവറ്റ് ആയിട്ടല്ലേ നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കണ്ടല്ലോ, ഗ്രൂപ്പിലാ ലിങ്ക് ഇടണ്ടേ? പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഞാനും നിങ്ങളുടെ പാരന്റുമായിട്ട് ലാസ്റ്റിലുള്ള ഒരു കണക്ഷൻ അല്ലാണ്ട് ഫസ്റ്റിൽ എനിക്ക് അവരറിയേയില്ല. അല്ല മാം പറഞ്ഞിട്ടില്ല ഇപ്പൊ ഗ്രൂപ്പില് എല്ലാ ദിവസവും ലിങ്ക് ഇടണം. അപ്പൊ ആ ഗ്രൂപ്പിൽ ആ പാരന്റ് ഉണ്ടാവോ? ഇല്ല 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 ഇല്ല, ഗ്രൂപ്പിലിടുന്നത് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, ആരെങ്കിലും ഉഴപ്പുന്നുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. ഓക്കെ, ഓരോ ദിവസം എനിക്ക് എക്സ്ട്രാ കുട്ടികളെ നമുക്ക് ആഡ് ആക്കാൻ പറ്റുമോ? നോ, നെവർ, ഒരിക്കലും പാടില്ല. ഞാൻ തന്ന കുട്ടി മാത്രം മതി കേട്ടാ.
ഓക്കെ. കാരണം നിങ്ങളുടെ ഫോക്കസ് ഏരിയ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഫീഡ്ബാക്കിനെ ബാധിക്കും. സോ അത് ശ്രദ്ധിക്കുക. പിന്നെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ലിങ്ക് എനിക്ക് ഞാൻ കാണുന്നത് വരെ എന്ത് ചെയ്യണം? എനിക്ക് PM അയക്കണം, റിങ് ഇടണം, ഒക്കെ ചെയ്യണം. ലിങ്ക് നാളെ 12 മണിക്കുള്ളിൽ എല്ലാവരും, ഇനിയിപ്പോ റെക്കോർഡ് കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ന് ക്ലാസ്സിൽ കയറാൻ റെക്കോർഡ് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരും ഈ 12 മണിക്കുള്ളിൽ ലിങ്ക് ഇട്ടിരിക്കണം. 20 ലിങ്ക് പിന്നെ അതിൽ മൊഡ്യൂളിനെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മ ഇത് മാം അയച്ച മൊഡ്യൂൾസ് ഒന്നും അയച്ചു കൊടുക്കണ്ട, അത് ഇന്നതാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? യെസ്, ഷേപ്സ്, കളേഴ്സ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു കണ്ടന്റ് ഉണ്ടാകത്തില്ലേ, അത് മാത്രം ഒന്ന് ചോദിച്ചിട്ട് ഇത് കുട്ടിക്ക് അറിയുന്നതാണോ, ഇതൊന്ന് ഏതൊക്കെ അറിയാത്തതുള്ളത്, ആ അറിയാത്തത് ഉള്ളതിന് പകരം സോറി അറിയുന്ന ആ സംഭവം ഉള്ളതിന് പകരം വേറെ എന്താണ് ഞാൻ എടുത്ത് തരേണ്ടതെന്ന് ചോദിക്കുക. അക്ഷരങ്ങളോ എന്തെങ്കിലും കുട്ടിക്ക് ഫിക്സേഷൻ നടക്കാനുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ദെൻ ഇനി ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ എന്നും പറയുന്ന പോലെ ഞാൻ കുറച്ച് ഒരു സംശയം കൂടി മിസ്സേ, മിസ് കാണുന്ന വരെ ലിങ്ക് ഇടണം എന്നാണോ പറഞ്ഞേ? നോ, കാണുന്നവരെ മീൻസ് എന്റെ PM-ലും കൂടി നിങ്ങൾ ലിങ്ക് ഇടണം. 3 ലിങ്കാണ്, 3 സ്ഥലത്തേക്കാണ് നിങ്ങളുടെ ലിങ്ക് പോകേണ്ടത്. ഒന്ന് കുട്ടി, ഒന്ന് ഞാൻ, ഒന്ന് ഗ്രൂപ്പ്. അതേ ഈ സമയത്ത് ഓൺലൈനിലുള്ള ഗ്രൂപ്പിലല്ലേ ഇടണ്ടേ? യെസ്, ഓൺലൈൻ ഇപ്പൊ നിങ്ങൾ ലിസ്റ്റ് ഒക്കെ ഇട്ട ഗ്രൂപ്പിലാണ് ഇടേണ്ടത്. എനിക്ക് അയക്കുന്ന ലിങ്ക് എത്ര വരെ അയക്കണം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴാണോ നിങ്ങളുടെ ക്ലാസ് റൂം കയറുന്നത് അതിനുശേഷം പിന്നെ നിങ്ങൾ എനിക്ക് അയക്കണ്ട. ഒരിക്കൽ കയറി നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞാൻ എന്തെങ്കിലും ആയിട്ട് കമന്റ് ഇടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ മിസ് എന്റെ ക്ലാസ് കയറി, ഇന്ന് എന്റെ ക്ലാസ് കയറി. അപ്പൊ നാളെ മുതൽ പിന്നെ നിങ്ങൾക്ക് 2 സ്ഥലത്തേക്ക് ലിങ്ക് ഫോർവേഡ് ചെയ്യേണ്ടു, ഒന്ന് ഗ്രൂപ്പ്, ഒന്ന് പാരന്റ്. ക്ലിയർ കട്ട് അല്ലേ? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് നാളെ ആയിട്ട് 12 മണിക്കുള്ളിൽ നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇടണോ? യെസ്, അതാ നിങ്ങളുടെ ടാസ്ക് ആണത്. നാളെ രാത്രി 12 മണിക്കുള്ളിൽ നിങ്ങൾ ലിങ്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കണം. പിന്നെ അപ്പൊ നമ്മൾ ഈ ലിങ്ക് ആണോ ഈ 15 ദിവസം ഉപയോഗിക്കുക? പിന്നെ എങ്ങനെ? ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് ആണോ പിന്നെ നമ്മൾ 15 ഡേയ്സ് യൂസ് ചെയ്യാം? അന്നന്ന് ക്രിയേറ്റ് വേറെ ചെയ്യുക. വേറെ ക്രിയേറ്റ് ചെയ്യണ്ടേ? യെസ്, വേറെ ക്രിയേറ്റ് ചെയ്യുക. അതും നിങ്ങൾക്ക് പ്രാക്ടീസ് ആവട്ടെ. ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യല്? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ആദ്യം സൂമിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ അവിടെ ഉണ്ടാവും ബാക്കി കാര്യങ്ങളൊക്കെ, അത് നോക്കിയിട്ട് ചെയ്യാം. സൂം നിങ്ങൾക്ക് ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങനെ ഫ്രണ്ടിന്റെ ഹെൽപ്പ് മേടിക്കാം. ഇനി തീരെ പറ്റുന്നില്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അതും പറ്റുന്നില്ല, ഒരു തരത്തിലും റെഡി ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ കോൺടാക്ട് ചെയ്യാം? നിങ്ങളുടെ മെന്ററിനെ കോൺടാക്ട് ചെയ്യാം. മൂസനാനെ ആണെങ്കിൽ മൂസനാനെ, ഷാക്കിറാനെ ആണെങ്കിൽ ഷാക്കിറാനെ കോൺടാക്ട് ചെയ്യുക. വെറുതെ പോയിട്ട് അവരെ അലമ്പാക്കരുത്, അവർക്കും അവരുടേതായ ഡ്യൂട്ടീസ് ഉണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ ലെസൺ പ്ലാൻ ലെസൺ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഒരു ബുക്ക് അല്ലേ? യെസ്, അതില് ഒന്ന് വന്നിട്ട് അതിന്റെ ഹെഡിങ്സ് ഒന്ന് വായിച്ചേ, എന്റെ കയ്യിലില്ല. ലെസൺ പ്ലാനിന്റെ ആ ഒരു ഷീറ്റ് അല്ലേ ബുക്ക് നമ്മൾ ചെയ്യേണ്ടതല്ലേ? ഞാൻ പറഞ്ഞുതരാം. ലെസൺ പ്ലാൻ നിങ്ങൾ എഴുതേണ്ടതാണ്. ഓരോ ദിവസത്തെ ലെസൺ പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, പിന്നെ എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്തത്, കുട്ടിയുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരിക. അത് നമ്മൾ ഇംഗ്ലീഷിലല്ലേ എഴുതണ്ടേ മാം? ഇംഗ്ലീഷ് വരുന്ന ഡൊമസ്റ്റിക് ആനിമൽ ആണ്. ഓക്കെ, അങ്ങനെയല്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോ അതിന്റെ ഹെഡിങ് വായിച്ച റൈഹാൻ എടുത്തോ അത്. ഡൊമസ്റ്റിക് ആനിമൽ ആണ് ഫസ്റ്റ് വരുന്നത്. എവിടെ? അല്ല ഒബ്ജക്റ്റീവ് അങ്ങനെയല്ല. ലെസൺ പ്ലാനിൽ. അത് നമ്മള് തിയറിയിൽ എഴുതിയ ലെസൺ പ്ലാൻ, അത് നോക്കണ്ട. അത് വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ളത് നോക്കിയാൽ മതി കേട്ടാ. അതായത് ഇപ്പോ ഒബ്ജക്റ്റീവ് എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് അവിടെ കൊടുക്കുക. എന്താണോ കൊടുക്കുന്നത്, പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം, പിന്നെ അവരുടെ കുട്ടിയുടെ name of the school, name of the class, ആ subject, present, class duration, date, time. അതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ aims of lesson. ഓക്കെ, നിങ്ങൾ എന്താണോ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ദെൻ teaching aids. എന്താണ് അതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച മെറ്റീരിയൽസ്. then testing of previous knowledge. കേട്ടില്ല? ആദ്യത്തെ കുട്ടിക്ക് ഓൾറെഡി അറിയോന്നുള്ളത്, അതായത് തലേന്ന് പഠിപ്പിച്ച കാര്യം ഇന്ന് കുട്ടിക്ക് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി മീൻസ് കിട്ടുന്നുണ്ടോ നോക്കുക. ദെൻ expected answers, അതിന്റെ expected answers. എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. ദെൻ
announcement of the topic. ഇന്നത്തെ topic. Yes. Then teachers points, teachers activity, learning experience. Yes, അതൊക്കെ നോർമലി നിങ്ങൾക്ക് ഫിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് മേടിക്കാം കേട്ടോ. അപ്പുറം ഇപ്പുറം ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഹെൽപ്പ് മേടിക്കാം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ഈ 15 ദിവസത്തെ ഒരു സംശയം ചോദിച്ചോട്ടെ, റെയ്ഹാന ഇത് എവിടുന്നാ വായിക്കുന്നേ? ഗ്ലോബ് ഇത് മറ്റേ അക്കാഡമിയിൽ തന്നെ അയച്ചു തരുമല്ലോ. അഫ്നിത ഏതാ? PPTTC ആണോ MTTC ആണോ? MTTC ആണ്. റൈഹാൻ ഏതാ? ഞാൻ PPTC. യെസ്, അതാണ് വ്യത്യാസം കേട്ടോ. ശരി, ഒരു കാര്യം റൈഹാന അതിന്റെ ഒരു മോഡല്, അതിന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇടുക. PPTTCക്കാരൊക്കെ എന്ത് ചെയ്യാ? അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഒരു നോട്ട്ബുക്ക് മീൻസ് ഒരു ചെറിയൊരു നോട്ട്, ചെറിയ ലൈക്ക് എന്താ പറയാ, ഒരു കോളേജ് നോട്ട് തടിയില്ലാത്ത ഉണ്ടാവല്ലോ, 100 പേജിന്റെ, എന്ത് ചെയ്യാ, അത്ര മതി. വലിയത് ഭയങ്കര തടിയുടെ 200 പേജസിന്റെ വേണ്ട. എന്ത് ചെയ്യാ, 100 പേജിന്റെ ഒരു കോളേജ് നോട്ട് മേടിച്ചിട്ട് അതിൽ ചെയ്യാ കേട്ടോ. ജസ്റ്റ് കോളം വരക്കാനേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് എഴുതാനൊന്നുമില്ല. അതിന്റെ റെക്കോർഡ് ആരുടെ, ഏത് സബ്ജക്റ്റിന്റെ? പ്ലെയിൻ റെക്കോർഡ് ബുക്ക് വാങ്ങിയിട്ട് അതിൽ എഴുതിക്കൂടെ? അങ്ങനെ ചെയ്യാം. യെസ്, അതൊക്കെ വലിയ കോസ്റ്റ്ലി ആവുന്നതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് കേട്ടോ. എനിക്കിത് അയച്ചു തന്നാ മതി. ഓക്കെ, അടുത്തത് അതൊക്കെ ലെസൺ പ്ലാൻ ലാസ്റ്റ് അയച്ചു തന്നാ മതിയോ മിസ്സിന്? ഏറ്റവും ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു റെക്കോർഡില് ഓൾറെഡി എഴുതിയിട്ടുണ്ട് ലെസൺ പ്ലാൻ, അതിന്റെ ബാക്കിയായിട്ട് എഴുതിയാ മതിയാ? അങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും സബ്ജക്ട് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അതിന്റെ കുറെ പേജസ് ബാക്കിയുണ്ട്, ഇവിടെ റെക്കോർഡൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ശരി, അഫ്നിത അങ്ങനെ ചെയ്താൽ മതി. എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെ വലിയ ഇഷ്യൂ വരുന്നില്ല. പിന്നെ റൈഹാൻ എന്തായാലും അതിന്റെ ഒരു മോഡൽ ഗ്രൂപ്പിലേക്ക് അയച്ചേക്കുക. ഓക്കെ, അല്ലെങ്കിൽ പ്ലെയിൻ നോട്ട് യൂസ് ചെയ്താലും മതിലേ, നമ്മള് പ്ലെയിൻ ആയിട്ടുള്ള ബുക്ക്. അതെ, പക്ഷെ നിങ്ങൾ ആരും ഒപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. ഏതെങ്കിലും റഫ് നോട്ടിലൊന്നും ചെയ്യരുത്. ബിക്കോസ് ചിലപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ 15 ദിവസത്തെ മാത്രം ലെസൺ പ്ലാൻ പോരെ? മറ്റേ നമ്മൾ റെക്കോർഡായിട്ട് ചെയ്തിനല്ലോ. യെസ് 15 ദിവസത്തെ മാത്രം മതി. അത് എനിക്ക് എപ്പോ അയക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ് എന്നാണോ കംപ്ലീറ്റ് ആകുന്നത്, കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ടിക്ക് ഇടും. അതൊക്കെ ഞാൻ അപ്പൊ പറയും. അപ്പോ അതെന്ത് ചെയ്യുക, അന്ന് എനിക്ക് PM-ലാണ് നിങ്ങളുടെ എന്ത് അയച്ചേരേണ്ടത്, ലെസൺ പ്ലാൻ അയച്ചേരേണ്ടത്. ലെസൺ പ്ലാൻ കൂടി അയക്കുമ്പോഴാണ് നിങ്ങൾ അത് കംപ്ലീറ്റ് ആകുന്നത്. ലെസൺ പ്ലാൻ അയക്കുന്നതോടെ നിങ്ങൾ ട്രെയിനിങ് കംപ്ലീറ്റ് ആവുകയാണ്. ക്ലിയർ? പ്ലാനില് സൂപ്പർ സജഷൻസ്, അപ്പോ അത് മാം ഇട്ട് തരുമോ? അതെന്താ? യെസ്, അതൊന്ന് എന്റെ ഭാഗം നിങ്ങൾ നോക്കണം. നിങ്ങളുടെ ഏരിയ മാത്രം നോക്കിയിട്ട് ഫില്ല് ചെയ്യാം. ഞാൻ അടുത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്തതായിട്ട് പറയാം. ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവ് വരാൻ പാടില്ല. ഓക്കെ, ഒന്ന്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. എവിടെയെങ്കിലും പോയിട്ട് എന്ത് ചെയ്യരുത്, കാട്ടിലിരുന്നിട്ടൊന്നും ക്ലാസ് എടുക്കരുത്. അല്ലെങ്കിൽ ബേക്കിലൊക്കെ നിറയെ അയലും ഡ്രസ്സും അലമാരയും കാര്യം അങ്ങനെ ഒന്നും ഇല്ലാണ്ട്. കാരണം കുഞ്ഞു മക്കളാണ്, അവർ ഇരിക്കൂല. നല്ല ക്ലീൻ ആൻഡ് നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇരുന്നാലേ അവർക്ക് അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വോയിസ് നല്ല സൗണ്ട് ഉണ്ടായിരിക്കണം. മെല്ലെ പറയാൻ പാടില്ല. മീൻസ് മെല്ലെ പറഞ്ഞോണ്ടൊന്നും കുട്ടി അവിടെ ഇരിക്കൂല. നല്ല എനർജറ്റിക് ആയിട്ട് ഇരുന്നാൽ മാത്രമേ കുട്ടികൾ ഇരുത്താൻ വേണ്ടി പറ്റുള്ളൂ. മോനെ സുഖമല്ലേ, ചായ കുടിച്ചോ, ഇതൊന്നും ഒരുപാടൊന്നും വേണ്ട. ഇങ്ങനെ മെല്ലെ പതുങ്ങി അതൊന്നും അവർ ഇരിക്കൂല. ഇപ്പോഴത്തെ പിള്ളേരെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അവർക്ക് നല്ല ചാടി നിൽക്കുന്ന മിസ്സുമാരെ മതി. ഓക്കെ, ദെൻ അടുത്തത്, ബേക്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥലത്തിന് ബേക്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവരുത്. കുട്ടി അവിടെയാണ് ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിപ്പിക്കുന്ന വെറുതെ ആവും. അടുത്തതാണ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. നല്ല ലൈറ്റ് ഉള്ള സ്ഥലത്തായിരിക്കണം നിങ്ങൾ ഇരിക്കേണ്ടത്. ഡാർക്ക് ഏരിയ ആണെങ്കിൽ കുട്ടികൾക്ക് മുഷിപ്പ് തോന്നും, അവർ എഴുന്നേറ്റ് പോകും. ഓക്കെ, നിങ്ങളെ കാണുന്നില്ല, ഭയങ്കര അങ്ങനെ ഒന്നും പാടില്ല. എപ്പോഴും ലൈറ്റ് ഓപ്പോസിറ്റ് നിന്ന് വരണം, ബേക്കുന്ന വരരുത്. അതുപോലെ ഇപ്പൊ റെനീഷാനെ പറയും നടന്നുകൊണ്ട് ക്ലാസ് എടുക്കരുത് ഒരു കാരണവശാലും. സോറി, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ കേട്ടോ. അതായത് ഒരു സ്ഥലത്ത് ഫോൺ സ്റ്റേബിൾ ആയിട്ട് നിർത്തിയിരിക്കണം, വെച്ചിരിക്കണം. ഓക്കെ, അത് അവിടുന്ന് അനങ്ങാനോ എടുത്ത് നടക്കാനോ ഒന്നും പാടില്ല. വെരി ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ, അതൊക്കെ പാരന്റ്സ് നോക്കും. അവർ നമ്മുടെ അടുത്ത് അത് പറയും, മിസ് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടല്ല ക്ലാസ് എടുക്കുന്നത്. അതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അത് വരാതിരിക്കാനാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ നിങ്ങൾ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഇട്ട നൈറ്റിയോ അല്ല ആ കോലത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അലമ്പ് കോലത്തിൽ ഒരു കാരണവശാലും ക്ലാസ് എടുക്കരുത്. നല്ല നീറ്റ് ആയിട്ട് ഇപ്പൊ സുപ്രഭനെ നോക്കിയാൽ നല്ല ഷോളൊക്കെ ഇട്ട് നല്ല സെറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അതുപോലെ ഇരിക്കണം. ഓക്കെ, ദെൻ അടുത്തത് നിങ്ങളുടെ ഷോൾഡറിന് കുറച്ചുകൂടി താഴെ വരെ നിങ്ങളെ കണ്ടിരിക്കണം. ജസ്റ്റ് ഇതേണ്ടേ ഇപ്പൊ റെനീഷാനെ തന്നെ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ, റെനീഷ് തിരക്കായോണ്ടായിരിക്കാം. ഇങ്ങനെ ജസ്റ്റ് ഫേസ് മാത്രം അല്ലെങ്കിൽ കണ്ണ് മാത്രം മൂക്ക് മാത്രം പാടില്ല. സുപ്രഭയുടെ അല്ല, അഫ്നിതാടെയാണ് ഒന്നുകൂടി സെറ്റ്. അഫ്നിതാടെയാണ് കറക്റ്റ്. സുപ്രഭ കുറച്ചുകൂടി താഴോട്ട് വരണം കേട്ടാ. ഓക്കെ, സ്ക്രീന് ഫുള്ള് നിങ്ങളായിരിക്കണം. ഓക്കെ, ഫുള്ള് എന്ന് വെച്ചാൽ ഇങ്ങനെ മുഖത്തോട്ടേക്ക് വെക്കാനല്ല, ആ ഒരു ലെവൽ. ശരിക്കും അഫ്നിതയാണ് പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. ശരി, അപ്പൊ നോർമലി ഞാൻ പറയുമ്പോ ഇപ്പൊ സുപ്രഭ ആ ടീമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നല്ല ഇതുപോലെ ഷോളൊക്കെ ഇട്ടിട്ട് ആ രീതിയിൽ തന്നെ ഇരിക്കുക. ഇനി മുസ്ലിം കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സ്കാർഫ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഷോൾ ഇടുമ്പോൾ മിക്കവാറും അതൊരു ഒരു ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ ഒപ്പിക്കൽസ് പോലെ തോന്നിയേക്കാം. നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുന്നതാണ് അവർക്ക് തോന്നണം. ഓക്കെ, ഒരു തട്ടിക്കൂട്ട് തോന്നരുത്. ഓക്കെ ഓക്കെ, NS ഗ്ലോബൽ അക്കാദമിക് എന്നും നിങ്ങൾ എന്തായിരിക്കണം, ഒരു വലിയ പേരായിരിക്കണം. നവാവിനെന്നും വലിയൊരു പേരായിരിക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് അല്ലലമ്പ് പാടില്ല. ഏറ്റവും കുട്ടികൾക്കും പാരന്റ്സിനും ഇറിറ്റേഷൻ വരുന്ന സംഭവമാണ് നിങ്ങളുടെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഉമ്മ അത് ഉപ്പ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. കുട്ടികൾ എണീച്ചു പോവും, പാരന്റ് ഇത് നെഗറ്റീവ് പറഞ്ഞേക്കാം. അതുകൊണ്ട് ഒരു 40 മിനിറ്റ് എങ്കിലും നിങ്ങൾ ആ കുട്ടികളെ സേഫ് ആയിട്ട് ആരെങ്കിലും ഏൽപ്പിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ഇനി വാവക്ക് സുഖമില്ല വയ്യാന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അടുത്തൊക്കെ കിടന്നോണ്ട് പ്രശ്നമില്ല. ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ മിസ് എന്താ അങ്ങനെ പറയുന്നൊന്നുമില്ല. എനിക്ക് കുട്ടികൾ തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോ ഞാൻ പറയുമ്പോ ക്രൈറ്റീരിയ പറയുമ്പോ പറയണമല്ലോ, അങ്ങനെ പറഞ്ഞതാ. കുട്ടികളുടെ ശബ്ദം, ബേക്കിന്ന് ഭയങ്കര ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാര്യങ്ങളൊന്നും പാടില്ല. കുക്കർ കുക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ അതൊന്നും പാടില്ല. കാമായിരിക്കണം. പിന്നെന്താണ്, പിന്നെ 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 നിങ്ങൾക്ക് ബോർഡ് യൂസ് ചെയ്യാം, ചാർട്ട്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ ക്ലാസ് എടുക്കണം. എന്നെ പോലെ ആവരുത്. ഞാൻ ഇന്ന് ഭയങ്കര തിരക്കാ, എനിക്ക് തലവേദന എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഓക്കെ, അപ്പൊ എന്താ പറയാ, വീഡിയോ നിർബന്ധമായിട്ട് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെന്ന് പറയുമ്പോ ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഫേസ് എക്സ്പ്രഷൻ, ഐ കോണ്ടാക്ട്, ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ഓവറോൾ ആണ് തരിക എങ്കിൽ ഇതൊക്കെ എന്താ പറയാ മെയിൻ ആണ്. ഓക്കെ, അപ്പൊ എന്താ ഐ കോണ്ടാക്ട് വേണം. പ്ലസന്റ് ആയിട്ടിരിക്കണം. വെറുതെ ടെൻഷൻ അടിച്ച് ഒരു ശോകമൂകമായിട്ടൊന്നും ഇരുന്ന കുട്ടികൾ ഇരിക്കൂല കേട്ടാ. പിന്നെ മിസ്സേ കുട്ടി ഇരിക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് വരരുത്. നിങ്ങൾ എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിനേക്കാളും ക്ലാസ്സിലെ കണ്ടന്റിനേക്കാളും ഞാൻ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അതും ശ്രദ്ധിക്കും. ഓക്കെ, നീറ്റ് ആയിട്ടിരിക്കുക. ദെൻ ഞാൻ പൊതുവേ അടുത്തത് ഒരു ശോകാണ്. എങ്ങനെ? ഞാൻ പൊതുവേ ഒരു ശോകാണ്. അതൊന്നും പാടില്ല. ഒന്ന് ആക്റ്റീവ് ആവാട്ടോ, ചാടി ചാടി നിൽക്കണം. എങ്കിലേ കുട്ടികൾ ഇരിക്കും. നോർമൽ വലിയവരെ പഠിപ്പിക്കുന്ന പോലെ അല്ല. കുട്ടികളെ മെരുക്കാൻ ഇച്ചിരി പാടന്നെയാണ്. നിങ്ങൾ കുറച്ചൊരു 15 ദിവസം കഴിഞ്ഞിട്ട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഒരു കുട്ടീനെ സ്കൂളിൽ പോകുന്ന കുട്ടികളായിരിക്കില്ല, അപ്പൊ ഈവനിങ് ടൈം അല്ലേ കൂടുതലും ക്ലാസ് വരിക? അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ, പാരന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ചിലപ്പോ രാത്രി തന്നെ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക. ഒരു 4-5 മണി കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. 4 മണി പിന്നെ കഴിഞ്ഞിട്ടാ? എങ്ങനെ 4 മണി കഴിഞ്ഞിട്ടാ? അത് ഈവനിങ് അത് നിങ്ങൾ പാരന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചൂസ് ചെയ്താൽ മതി കേട്ടാ, ഏതൊരു ടൈം എന്നുള്ളത്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ. ഇപ്പൊ ഒരു വലിയ മിസ്സേ, ഭാരം ഇറങ്ങിയില്ലേ? യെസ്. അല്ല മിസ് മൊഡ്യൂൾ തന്നിട്ടുണ്ടല്ലോ, അതിന്റെ എല്ലാത്തിന്റെയും ടീച്ചിങ് എയ്ഡ്സ് നമ്മൾ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മള് ഏത് ടോപ്പിക്കാണ് ഇനിയിപ്പോ അവര് വേറെ ടോപ്പിക് പറയാന്നുവെച്ചെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതിയല്ലോ അല്ലെ? അതെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് അതിനനുസരിച്ച് ചടപടേന്നാക്കാനേ ഉള്ളൂ. ഒരുപാട് ഭയങ്കര പെർഫെക്റ്റ് മീൻസ് അത്ര വലിയ ടീച്ചിങ് എയ്ഡ് ഒന്നും വേണ്ട. നമ്മൾ റിയൽ ആയിട്ട് പോയിട്ട് ഓഫ്ലൈൻ ഒന്നും അല്ലല്ലോ. ജസ്റ്റ് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു എന്താ പറയാ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്താൽ മതി കേട്ടാ. കുട്ടി അട്രാക്ട് ആവണം, അത്രേ ഉള്ളൂ.
കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. മിസ് Then മിസ് നമുക്ക് ഇരുന്നിട്ട് ക്ലാസ് എടുക്കാൻ പറ്റൂല? യെസ് ഷുവർ, ഇരുന്നിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ആക്ഷൻ സോങ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെയാണ് കേട്ടോ, ഇരുന്നിട്ട് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഞാൻ ഒരു കുട്ടിനെയാണ് തന്നത്. നമുക്കൊക്കെ എത്രയായിരുന്നു എന്നറിയോ? 30 കുട്ടികളായിരുന്നു ഫസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ, 30 കുട്ടികൾ. നിങ്ങൾ ഒരാളെ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 30 കുട്ടികൾ എങ്ങനെയാണ് മിസ്സൊക്കെ. നിങ്ങൾ ചിലപ്പോൾ എന്നെ വന്നിട്ട് മിസ് മിച്ചു എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ കുട്ടികളെ ഒരു കാരണവശാലും വഴക്ക് പറയാനോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. ഒരു 15 ദിവസത്തേക്ക് കടിച്ചു പിടിക്കുക. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പാരന്റ്സിനെ ക്രോസ് ചെയ്യരുത്. പാരന്റ്സ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് അങ്ങനെയല്ല, അത് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്നൊന്നും പറയരുത്. അതൊക്കെ നെഗറ്റീവ് വരും. ഇനിയിപ്പോ നമുക്ക് അവരെ ക്രോസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഓക്കെ, അത് നല്ലൊരു ഓപ്ഷൻ ആണ്, എങ്കിലും നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം, അങ്ങനെ പറയാ. ഓക്കെ, അവരെ തളർത്തരുത്. ദെൻ ഇനി എന്താ? സൂമിന്റെ കാര്യം ഒന്ന് പറയാം. സൂം ഓക്കെ, സൂം 40-45 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അതിന്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ടാവുക. അതിനുശേഷം ലിങ്ക് കട്ട് ആവും. പിന്നെ ജോയിൻ ചെയ്യാൻ പറയേണ്ടതില്ല, കാരണം ജോയിൻ ചെയ്യൂല. പിന്നെ നിങ്ങൾക്ക് ഇടങ്ങാറ്, നിങ്ങൾ ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഒറ്റ ലിങ്കിൽ തീർക്കാൻ വേണ്ടി പറയുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ബാച്ചുകാർക്കൊക്കെ നമ്മൾ 1 hour കറക്റ്റ് ആയിട്ട് എടുക്കണമെന്നായിരുന്നു റൂള്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല. അതിൽ കുറയരുത് കേട്ടോ. ഒരു ലിങ്ക് കട്ടാവുന്ന അത്രയും നിങ്ങൾ എടുക്കണം. ദെൻ ഒരുപാട് ആക്ഷൻ സോങ്സ് കയ്യിൽ വെക്കുക. സൂം ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിന്റെ ഹെൽപ്പ് മേടിക്കുക. എന്നോട് വന്ന് ചോദിക്കരുത് കേട്ടോ. എനിക്ക് വേറെയും കുറേ വർക്ക്സ് ഉണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യട്ടെ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ, അതൊക്കെ ചെയ്യാം. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഗ്രൂപ്പിൽ തന്നെ ചോദിച്ചിട്ട് എന്നെ മെൻഷൻ ചെയ്യാം. ഞാൻ PM ചിലപ്പോൾ നോക്കൂല. അത്രയും മെസ്സേജസ് വരും, നിങ്ങൾക്ക് അറിയാലോ. ഇത്രയും ആൾക്കാർ, നിങ്ങൾ മാത്രമല്ല കേട്ടോ, 2-3 ബാച്ചുകാരുണ്ട് ഇപ്പോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അവരൊക്കെ ലിങ്ക് അയക്കണ സമയത്ത് നിങ്ങളുടെ മെസ്സേജ് മുങ്ങിപ്പോവും. അർജന്റ് ഒക്കെ ആണെങ്കിൽ ഒന്ന് കോൾ ചെയ്യാം. ഓക്കെ, കോൾ ചെയ്തിട്ടൊക്കെ പറയാം. അതുപോലെ ഗ്രൂപ്പിൽ തന്നെ എന്നെ ടാഗ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഇമ്പോർട്ടന്റ് മെസ്സേജസ് ഉണ്ടെങ്കിൽ അയക്കുക. അതിലും ലിങ്ക് ഇങ്ങനെ തുരുതുരാന്ന് വരുന്നതാണ്. ഞാൻ റെഡ് മാർക്ക് ഇട്ടിട്ട് ഇടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോഴും അലേർട്ട് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇനി എനിക്ക് പ്രത്യേകം വന്ന് വിളിച്ചിട്ട് അഫ്സാന ആരാണ്, അഫ്സാനന്റെ കുട്ടി ആരാണെന്ന് PM വന്ന് ചോദിക്കാൻ അവസ്ഥ ഉണ്ടാവരുത്. ഗ്രൂപ്പ് ചോദിച്ച എനിക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കുറേ വേണ്ടി വരും. ഞാൻ പെട്ടെന്ന് ചോദിക്കും ഇന്ന കുട്ടി ആരുടെയാണ്, എനിക്ക് റിപ്ലൈ കിട്ടണം എന്റെയാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഒരു 15 ദിവസത്തിന് നിങ്ങളൊന്ന് മാറ്റി വെക്കുക കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിവേ താങ്ക് യു സോ പക്ഷെ മച്ച്. നമ്മൾ ഈ സൂമിൽ വരുന്ന ഇത് യൂസ് ചെയ്യാൻ പറ്റും, വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഷോ ചെയ്യാം, പക്ഷെ അത് ഏതാണ്? മാത്രം ആവരുത് കേട്ടോ. ഞാൻ ഒരു ക്ലാസ് കയറിയപ്പോ എനിക്ക് തോന്നിയ കാര്യം, സ്റ്റാർട്ടിങ് ടു എൻഡ് അവര് വൈറ്റ് ബോർഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ കുട്ടിനെ കാണുന്നു, കുട്ടി എണീച്ച് എവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ ഇവരെന്ത് ചെയ്യാണ്, ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വരച്ച് ABCD ഒക്കെ എഴുതി കൊടുക്കുകയാണ്. അതൊന്നും മിസ്സേ എന്തല്ല. ആ ഇല്ല മിസ്സേ, നമ്മളിപ്പോ വൈറ്റ് ബോർഡ് നമ്മുടെ എന്താണ് സെയിം പൊസിഷനിൽ യൂസ് ചെയ്യുമ്പോ അത് മിറർ ഇമേജ് അല്ലേ വരിക. അപ്പൊ ആഹാ, കൺഫ്യൂഷൻ ആവില്ലേ? അപ്പൊ നമ്മൾ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് കാണിക്കുമ്പോ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഓട്ടോണമി. അപ്പൊ മിസ്സേ ഞാൻ ചോദിച്ചത്, നമുക്ക് സൂമില് വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും, അപ്പൊ കുറച്ചും കൂടി അവർക്ക് ക്ലിയർ ഉറപ്പായിട്ട് ആവുമല്ലോ. പറ്റും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്യാം, വൈറ്റ് ബോർഡ്, ഈ സൂമിലുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേ സമയത്ത് അത് മാത്രം കുട്ടിക്ക് വേണ്ടത് ടീച്ചറെ കാണാം, ടീച്ചർക്ക് വേണ്ടത് കുട്ടിനെ കാണാം. അല്ലാണ്ട് നിങ്ങൾ ഏതോ മറയത്ത് കുട്ടി വേറെ എവിടെയോ അങ്ങനെ ആവരുത്. മനസ്സിലായല്ലോ? ഫുൾ മീൻസ് ത്രൂ ഔട്ട് ഒരു 40 മിനിറ്റ് ത്രൂ ഔട്ട് നിങ്ങൾ ഇങ്ങനെ സ്ക്രീൻ ഷെയറോ അല്ലെങ്കിൽ എന്തോ ചെയ്യരുത്, വൈറ്റ് ബോർഡോ ചെയ്യരുത് എന്നാ പറഞ്ഞത്. ഇടയ്ക്കെടുക്കുക, പിന്നെ ബാക്ക് വരെ കുട്ടിയെ ഒന്ന് കളിപ്പിക്കുക, പിന്നെയും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അങ്ങനെ കുട്ടികൾ നോക്കുമ്പോ എടുക്കുമോ? നല്ലത് ഒരു ബോർഡ് വാങ്ങിക്കണതോ അല്ലേ? ബോർഡ് വേണ്ടല്ലോ. ബോർഡോ അല്ലെങ്കിൽ സ്ലേറ്റോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ബാക്ക് ഒന്ന് ക്യാമറ യൂസ് വാങ്ങിക്കണതാ ചെയ്യാം. നല്ലത്. റേറ്റ് യൂസ് ചെയ്യല്ലേ? യെസ് പിന്നെ യെസ്, ഈ ഓഫ് ലെസൺ കോഴ്സ്. പ്ലാൻ അന്നന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അതെല്ലാം മറന്നു പോകില്ലേ? കേൾക്കുന്നില്ല. അത് നിങ്ങൾ ലെസൺ അന്നന്ന് എഴുതുന്ന, അതായത് ലാസ്റ്റ് എഴുതണം എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. 15 ദിവസം കഴിഞ്ഞിട്ട് എഴുതുക എന്നല്ല പറഞ്ഞത്, 15 ദിവസം കഴിഞ്ഞ് അയക്കുക എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അന്നന്ന് ചെയ്യുന്നത് അന്നന്ന് എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ മടി വരും. 15 ദിവസത്തെ നിസ്സാരമല്ല, എത്ര എഴുതാനുണ്ടാവും. അന്നന്ന് എഴുതാം, നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ നീണ്ടു പോവത്തേ ഉള്ളൂ കേട്ടോ. ക്ലിയർ?
ഓക്കെ മിസ്. നമ്മളെടുത്ത 15 ടോപ്പിക് മാത്രം എഴുതിയാൽ മതിയില്ലേ? മാം തന്നത് അത് കമ്പയർ ചെയ്യണ്ടല്ലോ. ഇപ്പൊ അവര് വേറെ ഏതെങ്കിലും എക്സ്ട്രാ ടോപ്പിക് പറയുവാണെങ്കിൽ നമ്മൾ അത് എഴുതിയാൽ മതിയില്ലേ? അങ്ങനെ അതാ മതി, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. മിസ് എല്ലാ സൂം ലിങ്കിനും ടൈം ലിമിറ്റ് തന്നെയാണോ? സെയിം ആണ്. മിസ് ഒരു കാര്യമാണ് ചോദിക്കട്ടെ, ഇപ്പൊ വർക്കിംഗ് ഡേയ്സ് തിങ്കൾ ടു വെള്ളി ആ ടൈമിൽ എടുത്തവര് ശനി ഞായറും കണ്ടിന്യൂസ് ലീവ് എടുക്കാം, എടുക്കണമെന്നില്ലല്ലോ? നോ പ്രോബ്ലം, ലീവ് എടുക്കാം. ഞാൻ നിങ്ങൾക്ക് ടോട്ടൽ ഒരു 25 ദിവസമാണ് തരാൻ പോകുന്നത്. ഓക്കെ, 25 എക്സ്ട്രാ 10 ഡേയ്സ് അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതുണ്ടെന്ന് കരുതിയിട്ട് നീട്ടിക്കൊണ്ട് പോവരുത്. ഓക്കെ, അതുണ്ടെന്ന് കരുതി നീട്ടിക്കൊണ്ട് പോവരുത്. ഇന്ന് തൊട്ട് 25 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിരിക്കണം. ഓക്കെ, 10 മിസ് ദിവസം സാറ്റർഡേ സൺഡേ ഒക്കെ പാരന്റ്സിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുത്തൂടെ? ഷുവർ അങ്ങനെ ചെയ്യാം. പക്ഷെ ചിലർ പെട്ടെന്ന് പറയും ഒരു ദിവസം തീർക്കണമെങ്കിൽ 2 ക്ലാസ് എടുത്തോട്ടെ, അത് പറ്റത്തില്ല കേട്ടോ. 2 ഹവർ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്, അത് പാടില്ല. ഒരു കുട്ടികളെ ദിവസം ഒരു ബുദ്ധിമുട്ടിക്കല. ക്ലാസ്. ഒരു ദിവസം ഒരു ക്ലാസ്. ഓക്കെ, അപ്പൊ 25 ഡേയ്സ് ആണ് നിങ്ങൾക്ക് തരുന്നത്. അതിനുള്ളിൽ ഒരു 20 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. 25 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൊഡ്യൂൾസ് അയക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു 5 ദിവസം മാറ്റി വെക്കാം. ഒരു ഓക്കെ, ദിവസത്തെ മിസ് ഒരു 1-ാം തീയതി ക്ലാസ്സിന് മുതലല്ലേ 25 ദിവസം കൗണ്ട് 2 ചെയ്യുള്ളൂ? മണിക്കൂർ എടുക്കാനൊക്കെ പറ്റുമോ? എങ്ങനെ? അല്ലേ, ഒരു ദിവസം ഒരു ക്ലാസ് ഓക്കെ, ബട്ട് അത് 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5, ഒരു ലിങ്ക് കട്ടായാൽ മറ്റേ ലിങ്കിൽ ഇരിക്കുന്ന പിള്ളേരാണെങ്കിൽ അത് അങ്ങനെ കുഴപ്പമില്ല. കഴിയോ? അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം. പക്ഷെ 45 മിനിറ്റിൽ കുറയരുത് കേട്ടോ. ഓക്കെ, കുട്ടി ഓക്കെ ആയിരിക്കണം. വെറുതെ പിടിച്ചിരുത്തുന്ന അവസ്ഥ ആവരുത്, അവരെ ആയിട്ട് മുഷിപ്പിക്കരുത്. അതാണ് അങ്ങനെ ചോദിച്ചത്. മിസ്സേ ഓക്കെ, 1-ാം തീയതി മുതൽ 25 ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? 1-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 25-ാം തീയതിയിലേക്ക് കൺക്ലൂഡ് ആവണം. എല്ലാവരുടെയും കൺക്ലൂഡ്. അതിന് മുന്നേ ആവുന്നവരുണ്ട് കേട്ടോ, കറക്റ്റ് 15 ദിവസം എടുക്കുന്നവരുണ്ട്. ഫാസ്റ്റ് ആയിട്ട് ചെയ്താൽ അത്രയും നിങ്ങൾക്ക് എളുപ്പമാവും. ഓക്കെ, തീർന്നില്ലേ, പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പെട്ടെന്ന് ചോദിച്ചോ. നമുക്ക് ഇതിന്റെ എപ്പോഴാണ് ഇടയിലാണോ? സ്റ്റുഡൻസിനെ തരിക? എങ്ങനെ? നമുക്ക് എപ്പോഴാണ് കുട്ടികളെ തരിക? ഇന്ന് തന്നെ കോണ്ടാക്ട് നമ്പർ തരുക? നാളെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് തരും. നാളേക്ക് നിങ്ങൾക്ക് കുട്ടികൾ കയ്യിൽ കിട്ടും. ഓക്കെ, ഓക്കെ മിസ്. ഇതിന്റെ ഇടയിലാണ് നമ്മുടെ മോഡൽ എക്സാം വരിക? മോഡൽ എക്സാം ട്രെയിനിങ് കഴിഞ്ഞിട്ടായിരിക്കാം. ചിലപ്പോൾ ട്രെയിനിങ്ങിന്റെ ഇടയിൽ ഞാൻ അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ. അതിന് ട്രെയിനിങ് കഴിഞ്ഞിട്ട് മാം മതി. പറഞ്ഞു 15-ാം 15th തീയതിയാണ് ആയിരിക്കും. മോഡൽ എക്സാം എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ മുന്നേ ക്ലാസ് തീർക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. പെട്ടെന്ന് എടുത്ത് തീർത്തോ. 15-ാം ട്രെയിനിങ് തീയതിയാണ് കഴിഞ്ഞിട്ട് മതി. എക്സാം ട്രെയിനിങ് എത്ര കഴിഞ്ഞിട്ട് ദിവസമാണ് എക്സാം? 5 സബ്ജക്റ്റ് അല്ലല്ലോ, 5 ഡേയ്സ് ആയിരിക്കും. യെസ്, മാത്രമല്ല എക്സാം വരുന്നത് ഒരു ദിവസം എക്സാം, അടുത്ത ദിവസം ലീവ്, അങ്ങനെയൊക്കെ ആയിരിക്കും. നിങ്ങൾ നോക്ക്. പിന്നെന്ന് വെച്ചാല് അതൊക്കെ നിങ്ങളുടെ കാര്യം. എനിക്ക് 25 ആവുമ്പോഴേക്ക് കംപ്ലീറ്റ് ആക്കി തരണം. അത് നിങ്ങൾ എങ്ങനെയോ കംപ്ലീറ്റ് റിവിഷൻ ഉണ്ട് അതിന്റെ അടുത്ത് തോന്നുന്നു. എങ്ങനെ? 1-ാം തീയതി തൊട്ട് റിവിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്നും ഇതിന്റെ വിഷയമല്ല കേട്ടോ. അതായത് 25 ആവുമ്പോഴേക്ക് കംപ്ലീറ്റ് ആക്കി തരാം, അത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ ഓക്കെ അല്ലേ? വേറെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? നല്ലൊരു ചെറിയ കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ മിസ്സിന് കിട്ടിയ കുട്ടികൾ ഏതാണ്ട് എത്ര ഏജ് ആയിട്ടുണ്ടാവും? മിസ്സിന് 1-ാം അറിയാലോ. ക്ലാസ്സിന് ഉള്ളിലുള്ള കുട്ടികളെ ഉണ്ടാവുള്ളൂ. ഇനി അതിൽ വലിയ കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പുതിയ കുട്ടീനെ തരും. കുട്ടികൾക്ക് ക്ഷാമമൊന്നുമില്ല കേട്ടോ. നല്ല പൊടിക്കുട്ടികളാകുമ്പോ LKG UKG 1-ാം ക്ലാസ്. ഉം. എനിവേ, താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ് ഓൾ. ഓക്കെ മാം. താങ്ക് യു മിസ്. യു ആർ വെൽക്കം. താങ്ക് യു.